പാലക്കാട് വടവന്നൂർ വട്ടച്ചിറയിൽ ബലൂണിന് വീണ്ടും അടിയന്തര ലാൻഡിംഗ്. വട്ടച്ചിറ സ്വദേശി ഉദയന്റെ പാടത്താണ് ബലൂൺ പറന്നിറങ്ങിയത്. ചെന്നൈ സ്വദേശിയായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു കൂറ്റൻ ബലൂണിൽ ഉണ്ടായിരുന്നത്. നിഖിൽ പ്രവേശ് പാലക്കാട് നിന്ന് വിവരങ്ങൾ വച്ചിരുന്നു. നിഖിൽ, തമിഴ്നാട് നടത്തുന്ന അല്ലെങ്കിൽ തമിഴ്നാട് ടൂറിസം വകുപ്പ് നടത്തുന്ന ഏതോ ഫെസ്റ്റിന്റെ ഭാഗമായി നേരത്തെയും ഇത്തരത്തിൽ ബലൂൺ ഇറങ്ങിയിരുന്നു. ഈ ബലൂൺ എവിടെ നിന്ന് വന്നതാണ്? എത്ര ദൂരം സഞ്ചരിച്ചാണ് ഈ ബലൂൺ വന്നത്? ഹാഷ്മി, വീണ്ടും ഒരു ബലൂൺ സേഫ് ലാൻഡിംഗ് സംഭവിച്ചിരിക്കുകയാണ് പാലക്കാട്. ഇത്തവണ പാലക്കാട് വടവന്നൂരിലാണ് വട്ടച്ചിറ സ്വദേശിയായിട്ടുള്ള ഉദയന്റെ പാടത്താണ് ബലൂൺ സേഫ് ലാൻഡ് ചെയ്തത്. പൊള്ളാച്ചിയിൽ നിന്ന് ഇത്രയും ദൂരം, എയർ ഡിസ്റ്റൻസിൽ തന്നെ 20 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. ഒരുപക്ഷെ ഇവിടുത്തെ കർഷകരൊക്കെ വിശാല മനസ്കരാണെന്നും അവരുടെ പാടത്തിറക്കിയാൽ ആരും പരാതി പറയില്ലെന്നുമുള്ള തോന്നലുകൊണ്ടായിരിക്കും നിരന്തരം ഇങ്ങനെ പാലക്കാട്ടേക്ക് ഇത്തരത്തിൽ ബലൂണുകൾ ലാൻഡ് ചെയ്യാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഗ്യാസ് തീർന്നതിനെ തുടർന്നുള്ള സാങ്കേതിക പിഴവായിരുന്നു. തിരിച്ചവർക്ക് പൊള്ളാച്ചിയിൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പാലക്കാട് ലാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്, സാങ്കേതിക പിഴവ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ഈ ഉദയന്റെ പാടത്ത് ലാൻഡ് ചെയ്ത ബലൂണിൽ, ഭീമൻ ബലൂണിൽ ചെന്നൈ സ്വദേശിയായിട്ടുള്ള ഒരു അമ്മയും മകളും അതോടൊപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക വിദഗ്ധരുമാണ് ഉണ്ടായിരുന്നത്. ബെൽജിയത്തിന്റെ ബലൂണാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിവിധ രാജ്യങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. തമിഴ്നാട് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു ഫെസ്റ്റാണിത്. ഈ ഫെസ്റ്റ് 10ാമത് അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിവലാണ് ഈ പരിപാടി. അതിൽ ബെൽജിയം കൊണ്ടുവന്ന ബലൂണാണ് പറന്ന് ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. 7 രാജ്യങ്ങളിൽ നിന്ന് 11 ബലൂണുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആനയുടെ രൂപത്തിലുള്ള ബലൂണാണ് ഇവിടെ വന്നിറക്കിയതെങ്കിൽ ഇത് മറ്റൊരു രീതിയിലുള്ള ബലൂണാണ്. ഇതിനും സാങ്കേതിക തകരാറാണോ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇനിയിപ്പോ 18നും 19നും മധുരയിൽ സമാനമായ രീതിയിലുള്ള ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അന്നും ഇപ്പോൾ ഇനി എത്ര ബലൂൺ പാലക്കാട്ടേക്ക് എത്തുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. കാശ്മീർ അല്ലെ, പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടെന്നെങ്കിൽ എത്രയാലും കുറേ അധികം ദൂരം ഉണ്ടാവില്ലേ? ആ ദൂരം ബലൂണിൽ പറന്നു വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാശ്മീർ പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് ആകാശ ദൂരം 20 കിലോമീറ്ററിൽ അധികമാണ്. അതിന്റെ ഏറ്റവും പുതിയ, അതായത് ഈ സംഘം വന്നിറങ്ങുന്ന ഒരു ഏറ്റവും പുതിയൊരു ദൃശ്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാശ്മീർ നമുക്ക് സാധ്യമാകുമെങ്കിൽ അതുകൂടി ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാൻ, കൃത്യമായി അവർ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കിലോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ബൈ റോഡ് കിലോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ദൂരമുണ്ട് പൊള്ളാച്ചിയിലേക്ക്. ഏതാണ്ട് 40 കിലോമീറ്ററിന് അടുത്തുണ്ട്. എയർ ഡിസ്റ്റൻസിൽ 20 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. 10 കിലോമീറ്ററാണ് ഈ ബലൂണുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാറ്. അതായത് 10 കിലോമീറ്ററിലുള്ള ഗ്യാസ് ആണ് ഇതിൽ നിറച്ചിരിക്കാറ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ കൂടുതൽ പറന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ബലൂണ് പാലക്കാട് ലാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതൊരു കർഷകരോട് അനുമതി ചോദിച്ച് അദ്ദേഹം കുഴപ്പമില്ല, നിങ്ങൾ ഇറക്കിക്കോളൂ, സുരക്ഷിതരായി താഴെ ഇറക്കിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ സഹായിച്ചാണ് ആ പാടത്ത് ഒരു ഭീമൻ ബലൂണ് കൊണ്ടുവന്നിറക്കിയത്. ഇവർക്ക് തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു, കൃഷി നശിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് കർഷകൻ പറഞ്ഞ് അദ്ദേഹം അനുമതി നൽകിയതിന് പിന്നാലെയാണ് കൃഷ്ണൻകുട്ടി എന്ന കർഷകന്റെ പാടത്ത് കഴിഞ്ഞ ദിവസം ബലൂൺ ഇറക്കിയത്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ്, അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരും. എന്തായാലും ആ പാടത്താണ് ഇപ്പോൾ ഒരു ഭീമൻ ബലൂൺ കൂടി ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഉദയൻ എന്നയാളുടെ പാടത്താണ്. അവിടെ വളരെ സുരക്ഷിതമായി ബലൂൺ ഇറക്കുകയും വരുന്നുണ്ട്. ഒരു ഭീമൻ ബലൂണാണ്. ആ ബലൂൺ അങ്ങനെ പറന്ന് ഈ പറയുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളുടെ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ പാലക്കാട് കന്യമാരി മുള്ളന്തോട് പാടത്തേക്ക് ഒരു ബലൂണിൽ ഇറങ്ങിയിരുന്നു. അത് പക്ഷേ ഒരു ആനയുടെ രൂപത്തിലുള്ള ബലൂണാണ്. ഇതിപ്പോൾ ബെൽജിയത്തിൻ്റെ ബലൂണാണെന്ന് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പൊള്ളാച്ചിയിൽ തമിഴ്നാട് ടൂറിസം വകുപ്പ് നടത്തുന്ന ഫെസ്റ്റിൻ്റെ ഭാഗമായി ഈ ബലൂൺ പറപ്പിക്കൽ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ആകാശദൂരം 20 കിലോമീറ്റർ ഉണ്ട്. ഈ 20 കിലോമീറ്റർ ഇത്തരം സമയമെടുത്ത് 20 കിലോമീറ്റർ സഞ്ചരിക്കാനൊക്കെ അത്രയും സമയം എന്തായാലും എടുക്കില്ലേ? അപ്പോൾ എന്തായാലും അത്ര സമയമെടുത്താണ് ഈ വലിയ ബലൂണിൽ ഇങ്ങോട്ടേക്ക് വന്നത്. അതിവിടെ ലാൻഡ് ചെയ്യുകയായിരുന്നു. അന്ന് നേരത്തെ ബലൂൺ ഇറങ്ങിയത് ഇന്ധനം തീർന്നാണെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നം, ഇന്ധനം തീർന്നതാണോ എന്ന കാര്യമൊന്നും അറിയില്ല. ഇത് മിക്കവാറും കാറ്റത്ത് ദിശ തെറ്റി പറക്കുന്നു പോകുന്നൊക്കെ ആയിരിക്കണം സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും അവിടുത്തെ കർഷകർ ആകാശത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. ഏത് ബലൂണാണ് എപ്പോഴാണ് പാടത്തേക്ക് ഇറങ്ങാൻ വരിക എന്നുള്ള കാര്യത്തിൽ നിൽപ്പുണ്ട്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും അതിൽ ഒരു കൗതുകം ഒരു ആശങ്കയും ഒക്കെ ഉറപ്പായും ഉണ്ടല്ലോ അല്ലേ?